ഒരു കാലത്ത് അസുരന്മാരുടെ ലോകത്ത് ഒരു രാജാവ് ഉയർന്നു. അവൻ്റെ പേര് ഹിരണ്യകശിപു. സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവൻ ദൈവത്തെ പോലും വെല്ലുവിളിച്ചു. അമരത്വത്തിനായി അവൻ ഭീകരമായ തപസ് ആരംഭിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. അവൻ്റെ ശരീരം അസ്ഥിയായി. പക്ഷെ അവൻ്റെ ആഗ്രഹം കൂടുതൽ ശക്തമായി. ഹിരണ്യകശിപുവിൻ്റെ തപസ് ഫലിച്ചു. ബ്രഹ്മാവ് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമരത്വം അവൻ ചോദിച്ചു. പക്ഷേ അത് ലഭിക്കില്ലെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ മരണം ഒഴിവാക്കാൻ അവൻ ചതിയുള്ള വരം ചോദിച്ചു. മനുഷ്യനാലുമല്ല, മൃഗത്താലുമല്ല, പകലിലുമല്ല, രാത്രിയിലുമല്ല, അകത്തുമല്ല, പുറത്തുമല്ല, ഭൂമിയിലുമല്ല, ആകാശത്തിലുമല്ല, ഒരു ആയുധം കൊണ്ടും അവൻ്റെ മരണം സംഭവിക്കരുത്. ബ്രഹ്മാവ് അവന് വരം നൽകി. ആരാലും കൊല്ലാനാകാത്ത വിധം അവൻ സ്വയം അമരനായി കരുതി. ദീർഘമായ തപസ്സിന് ശേഷം ഹിരണ്യകശിപു വരം നേടി തൻ്റെ രാജ്യത്ത് തിരിച്ചെത്തി. വരം നേടിയ ശേഷം ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരം അതിരുകൾ കടന്നു. ദേവന്മാരെ തോൽപ്പിച്ചു, ലോകങ്ങളെ കീഴടക്കി. വിഷ്ണുവിൻ്റെ നാമം പോലും കേൾക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ക്ഷേത്രങ്ങൾ തകർത്തു, യാഗങ്ങൾ നിർത്തിച്ചു. അവൻ വിചാരിച്ചു, ഇപ്പോൾ ദൈവമില്ല, അവൻ മാത്രമാണ് എല്ലാം. കാലം നീങ്ങി. അസുരരാജ്യത്തിൻ്റെ ഇരുളിനിടയിൽ ഒരു പ്രകാശം ജനിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാധു ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുഞ്ഞ് പ്രഹ്ലാദൻ. പക്ഷേ ഒരു ചോദ്യം, അസുരരാജാവിൻ്റെ മകനായിട്ടും എങ്ങനെ ഈ കുഞ്ഞ് വിഷ്ണുവിൻ്റെ ഭക്തനായി? അതിൻ്റെ കഥ തുടങ്ങുന്നത് അവൻ്റെ പിതാവിൽ നിന്നാണ്. വിഷ്ണുവിനെ തോൽപ്പിക്കാനുള്ള പ്രതികാരത്തിൽ ഹിരണ്യകശിപു ഭീകരമായ തപസ് ആരംഭിച്ചു. ഹിരണ്യകശിപു തപസ്സിലായിരുന്നപ്പോൾ ദേവന്മാർ അസുരരാജ്യം ആക്രമിച്ചു. അവൻ്റെ ഗർഭിണിയായ ഭാര്യ കയാധുവിനെ അവർ പിടികൂടി. അപ്പോൾ മഹർഷി നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്ര, കയാധുവിനെ ഒന്നും ചെയ്യരുത്. ഈ കുഞ്ഞ് അസുരനല്ല, വിഷ്ണുവിൻ്റെ മഹാഭക്തനായി ജനിക്കും. നാരദൻ കയാധുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. നാരദന്റെ ആശ്രമത്തിൽ കയാധു ധർമ്മത്തിൻ്റെ മഹത്തായ ഉപദേശങ്ങൾ ശ്രവിച്ചു. അവൾ മാത്രമല്ല, അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞും അത് കേട്ടിരുന്നു. ആ കുഞ്ഞായിരുന്നു പ്രഹ്ലാദൻ. വളർന്നപ്പോൾ അവൻ്റെ മനസ്സ് അധികാരത്തിലല്ലായിരുന്നു. അവൻ്റെ ഹൃദയം വിഷ്ണുവിലായിരുന്നു. പ്രഹ്ലാദനെ ഗുരുകുലത്തിലേക്ക് പഠിക്കാൻ അയച്ചു. പക്ഷേ അവനതിലൊന്നും താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവൻ സഹപാഠികളെ പഠിപ്പിച്ചു വിഷ്ണുവിൻ്റെ നാമം. ഗുരുക്കന്മാർ ഭയപ്പെട്ടു. അവർ രാജാവിനെ സമീപിച്ചു.
പ്രഹ്ലാദൻ വിഷ്ണുഭക്തനായി മാറിയിരിക്കുന്നു. ഹിരണ്യകശിപു ചോദിച്ചു, ഈ വിഷ്ണുഭക്തി നിന്നെ ആരാണ് പഠിപ്പിച്ചത്? പ്രഹ്ലാദൻ പറഞ്ഞു, വിഷ്ണു ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, ആരും പഠിപ്പിച്ചതല്ല. ഹിരണ്യകശിപു സ്വന്തം മകനെ കൊല്ലുവാൻ ഉത്തരവിട്ടു. അവന് വിഷം കൊടുത്തു, പാമ്പുകൾക്കിടയിൽ എറിഞ്ഞു, ആനയെക്കൊമ്പി ശ്രമിച്ചു. പക്ഷേ ഒന്നും അവനെ ബാധിച്ചില്ല. അവനെ മലമുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. പക്ഷേ പ്രഹ്ലാദന് ഭയമുണ്ടായിരുന്നില്ല. വിഷ്ണുവിൻ്റെ നാമം മാത്രം അവൻ്റെ ശ്വാസമായി. അവസാനം പ്രഹ്ലാദനെ നശിപ്പിക്കാൻ മറ്റൊരു ശ്രമം. അഗ്നിയിൽ കയറുമ്പോൾ ദഹിക്കാത്ത ശക്തിയുള്ള ഹോളിക്കയെ അവൻ വിളിച്ചു. പ്രഹ്ലാദനെ കയ്യിലെടുത്ത് അവൾ തീയിലിരുന്നു. വിഷ്ണുവിൻ്റെ നാമം ജപിച്ചുകൊണ്ട് പ്രഹ്ലാദാദൻ ശാന്തമായിരുന്നു. അത്ഭുതം സംഭവിച്ചു. അഗ്നി ഹോലിക്കയെ ദഹിപ്പിച്ചു. പക്ഷേ പ്രഹ്ലാദനെ ഒരു ജ്വാല പോലും സ്പർശിച്ചില്ല. അവസാനം രാജാവിന്റെ കോപം പരമാവധി എത്തി. എവിടെയാണ് നിന്റെ വിഷ്ണു? വിഷ്ണു ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. ഈ തൂണിലുമുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ കാണിക്കൂ. ഹിരണ്യകശിപു തന്റെ ആയുധമുയർത്തി ആ തൂണിലേക്ക് ശക്തിയായി പ്രഹരിച്ചു. ആ തൂണ് ഇടിമുഴക്കത്തോടെ പിളർന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു അവിസ്മരണീയ രൂപമുയർന്നു. മനുഷ്യനുമല്ല, മൃഗവുമല്ല. മഹാവിഷ്ണുവിന്റെ അവതാരം നരസിംഹം. മനുഷ്യനല്ല, മൃഗവുമല്ല, പകലുമല്ല, രാത്രിയുമല്ല, അകത്തുമല്ല, പുറത്തുമല്ല, ഭൂമിയിലുമല്ല, ആകാശത്തിലുമല്ല, ആയുധം കൊണ്ടുമല്ല. അങ്ങനെ നരസിംഹം ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. എല്ലാവരും ഭയപ്പെട്ടു. പക്ഷേ പ്രഹ്ലാദൻ മുന്നോട്ട് നടന്നു. അവന്റെ ആയുധം ഭക്തി മാത്രം. ആ ഭക്തി ദൈവത്തിന്റെ ക്രോധത്തെയും ശമിപ്പിച്ചു. അഹങ്കാരം ഒരു നിമിഷത്തിൽ തീർന്നു. അധികാരം കാലത്തിന്റെ ഒഴുക്കിൽ മറഞ്ഞുപോയി. പക്ഷേ ഒരു ബാലന്റെ ഭക്തി ദൈവത്തെപ്പോലും അവതരിക്കാൻ നിർബന്ധിതമാക്കി. അതാണ് ഭക്തി. അതൊരിക്കലും തോൽക്കില്ല.